ഇന്നത്തെ ബൈബിൾ വായനാ ഭാഗം റോമർക്കെഴുതിയ ലേഖനം 8:27. എന്നാൽ ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷപാതം ചെയ്യുന്നതുകൊണ്ട് ആത്മാവിന്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മുടെ ബലഹീനതയ്ക്ക് പരിശുദ്ധാത്മാവ് തുണ നിൽക്കുകയും വേണ്ടും പോലെ പ്രാർത്ഥിക്കുവാൻ നമുക്ക് അറിയാത്തതിനാൽ ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു എന്ന് വചനം നമ്മെ ഓർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുവാൻ നമ്മെ അഭ്യസിപ്പിക്കുന്നു എന്നുള്ളത് ധൈര്യത്തോടെ ദൈവസന്നിധിയിൽ പ്രവേശിക്കുവാൻ നമ്മെ സഹായിക്കുന്നു. നമ്മുടെ പ്രാർത്ഥന പിതാവായ ദൈവത്തോടാണ്. യേശുക്രിസ്തു മുഖേന പരിശുദ്ധാത്മാവിനാൽ നമുക്ക് പിതാവിങ്കിലേക്ക് പ്രവേശനമുണ്ടെന്ന് എഫേസ്യ ലേഖനം 2:18 നാം വായിക്കുന്നു. പിതൃത്വ പരിശുദ്ധാത്മാ ത്രിയേക ദൈവത്തിന്റെ പ്രവർത്തനമാണ് പ്രാർത്ഥന. പ്രാർത്ഥനയ്ക്കായി നമ്മിൽ താല്പര്യമുണർത്തുകയും നമുക്ക് ആവശ്യമുള്ളതെല്ലാം തരികയും ചെയ്യുന്ന പിതാവായ ദൈവം നമുക്ക് വേണ്ടി മധ്യസ്ഥത അണഞ്ഞ് അവിടുത്തെ നാമത്തിൽ പ്രാർത്ഥിക്കുവാൻ നമ്മെ പഠിപ്പിക്കുന്ന പുത്രനായ യേശുക്രിസ്തു, നമ്മുടെ ബലഹീനതകളെ ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവ്, സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിക്കുവിനെന്ന് എഫേസ്യ ലേഖനത്തിൽ പൗലോസ് ആവശ്യപ്പെടുന്നു. യൂദായുടെ ലേഖനം 20-ാം വാക്യത്തിൽ, നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്കു തന്നെ ആത്മീക വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവിൻ എന്നെഴുതിയിരിക്കുന്നു. ദൈവത്തിൻ്റെ ഹിതപ്രകാരം ഫലപ്രദമായി പ്രാർത്ഥിക്കുവാൻ നമുക്ക് പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഇവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് us.